വമ്പൻ താരനിരയുണ്ടായിട്ടും മുംബൈ ഇന്ത്യൻസ് ഈ IPL-ൽ ആരാധകരെ തീർത്തും നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള കഴിഞ്ഞ മത്സരത്തിലേറ്റ തോൽവിയോടെ മുംബൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിക്കുകയും ചെയ്തിരുന്നു. 11 മത്സരങ്ങളിൽ വെറും 3 മാത്രമാണ് മുംബൈക്ക് ജയിക്കാനായത്. ശേഷിച്ച 8 മത്സരങ്ങളിലും പരാജയമായിരുന്നു ഫലം. T20 ലോകത്തിലെ നമ്പർ 1 ബാറ്ററായ സൂര്യകുമാർ യാദവ്, ലോകത്തിലെ ഏറ്റവും മികച്ച ബൗളർ ജസ്പ്രീത് ബുംറ, ഇവരെ കൂടാതെ രോഹിത് ശർമ്മ, ഹാർദിക് പാണ്ഡ്യ, ടിം ഡേവിഡ് തുടങ്ങി മാച്ച് വിന്നർമാരുടെ വലിയ നിരയുണ്ടായിട്ടും മുംബൈക്ക് ഇങ്ങനെയൊരു ദുരന്തം എങ്ങനെ സംഭവിച്ചുവെന്ന ഞെട്ടലിലും നിരാശയിലുമാണ് ആരാധകർ. എവിടെയാണ് ഈ സീസണിൽ മുംബൈക്ക് പിഴച്ചത്? മുംബൈ ഇന്ത്യൻസിന്റെ തകർച്ചയ്ക്കു പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാരണം ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹാർദിക്കിന്റെ പരാജയം തന്നെയാണ്. രോഹിത്തിന് പകരം ടീമിന്റെ നായകസ്ഥാനം ഏറ്റെടുത്ത ശേഷം ടീമിനകത്തും ആരാധകർക്കിടയിലും അദ്ദേഹം വെറുക്കപ്പെട്ടവനായി മാറി. മുംബൈ താരങ്ങളുടെ വിശ്വാസമോ സ്നേഹമോ നേടിയെടുക്കാൻ ഹാർദിക്കിനായില്ല. അതുകൊണ്ട് തന്നെ താരങ്ങളിൽ നിന്നും ഏറ്റവും മികച്ച പ്രകടനം പുറത്തു കൊണ്ടുവരാനും അദ്ദേഹത്തിന് സാധിച്ചില്ല. ഹാർദിക്കിന്റെ നേതൃശേഷിയിൽ ആർക്കും സംശയം കാണില്ല. കാരണം ഗുജറാത്ത് ടൈറ്റൻസിനെ 2022-ൽ ചാമ്പ്യന്മാരും കഴിഞ്ഞ വർഷം റണ്ണറപ്പുറമാക്കിയ ക്യാപ്റ്റനാണ് അദ്ദേഹം. ഈ കാരണത്താൽ തന്നെയാണ് മുംബൈ ഹാർദിക്കിനെ തിരികെ വാങ്ങിയത്. പക്ഷേ ക്യാപ്റ്റൻ എന്ന നിലയിൽ മാത്രമല്ല, താരമെന്ന നിലയിലും അദ്ദേഹം മുംബൈയിൽ ഫ്ലോപ്പായി തീർന്നു. ബാറ്റിംഗിൽ സ്ഥിരത പുലർത്താൻ സാധിക്കാതെ പോയ ഹാർദിക്കിന് ബൗളിംഗിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ബാറ്റിംഗിൽ കടലാസിലെ കരുത്ത് മുംബൈക്ക് ഈ സീസണിൽ പുറത്തെടുക്കാനായില്ലെന്നതാണ് തിരിച്ചടിയായ രണ്ടാമത്തെ കാരണം. ബാറ്റിംഗ് ലൈനപ്പിൽ തിലക് വർമ്മ മാത്രമാണ് ടീമിനായി സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചത്. സൂര്യ 2 മത്സരങ്ങൾ കൂടുമ്പോൾ ഒരു മികച്ച ഇന്നിംഗ്സ് കാഴ്ചവെക്കും. ബാക്കിയുള്ളവരൊന്നും പ്രതീക്ഷയൊത്ത പ്രകടനം നടത്തിയിട്ടില്ല. പൊള്ളാർഡിന്റെ വിരമിക്കലിന് ശേഷം ലോവർ ഓർഡറിൽ അതുപോലെ ഒരു താരത്തെ മുംബൈക്ക് ലഭിച്ചില്ലെന്നതും എടുത്തു പറയേണ്ടതാണ്. ഡേവിഡ് ചില മത്സരങ്ങളിൽ കസറുമ്പോൾ മറ്റുള്ളവരെ നിരാശപ്പെടുത്തുകയും ചെയ്യുകയാണ്. ബൗളിംഗിൽ ബുംറയെ മാറ്റി നിർത്തിയാൽ മറ്റാരും തന്നെ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ലെന്നതാണ് മുംബൈയുടെ പതനത്തിന്റെ മൂന്നാമത്തെ കാരണം. ബുംറ തന്റെ കഴിവിന്റെ പരമാവധി ടീമിന് നൽകിയെങ്കിലും അതുപോലെ ഒരു പ്രകടനം മറ്റാരിൽ നിന്നും ലഭിക്കാതിരുന്നത് മുംബൈയെ ബാധിച്ചു. നേരത്തെ ഒന്നിലധികം ബൗളർമാർ മികച്ച പ്രകടനം നടത്തിയപ്പോഴാണ് മുംബൈ വിലസിയിട്ടുള്ളത്. ഇത്തവണ ബുംറയ്ക്ക് കൂട്ടായുള്ള കോഡ്സി വിക്കറ്റുകൾ എടുത്തെങ്കിലും റൺസ് ഒരുപാട് വഴങ്ങിയത് തിരിച്ചടിയായി. മികച്ച അൺക്യാപ്ഡ് താരങ്ങളുടെ അഭാവമാണ് മുംബൈക്ക് തിരിച്ചടിയായ 4ാമത്തെ കാര്യം. നേരത്തെ പല സൂപ്പർ താരങ്ങളെയും വളർത്തിക്കൊണ്ടുവന്ന മുംബൈക്ക് ഇപ്പോൾ ഈ തരത്തിൽ പുതിയ കളിക്കാരെ കണ്ടെത്താൻ സാധിക്കുന്നില്ലെന്നത് ക്ഷീണമാണ്. വിദേശ താരങ്ങളുടെ സെലക്ഷന്റെ കാര്യത്തിലുള്ള ചില അബദ്ധങ്ങളും മുംബൈയുടെ പതനത്തിനു വഴിയൊരുക്കിയതായി കാണാം. വിദേശ ബാറ്റർമാരുടെ പ്രകടനം മറ്റു ടീമുകൾക്കെല്ലാം ഗുണം ചെയ്തപ്പോൾ മുംബൈ ഇന്ത്യൻസിന് അത് ലഭിച്ചില്ലെന്നതും കാണാൻ സാധിക്കും. ഇത്തവണ വലിയ പരാജയമായതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ വലിയ മാറ്റങ്ങളായിരിക്കും മുംബൈ ഇന്ത്യൻസിൽ ഉണ്ടാവുക. അടുത്ത സീസണിൽ മികച്ചൊരു തിരിച്ചുവരവ് നടത്താൻ അവർക്ക് സാധിക്കുമോ എന്നത് കണ്ടറിയേണ്ടതാണ്.